ഇന്ന് എൻ്റെ ഒപിയിലെ 4 വയസ്സുള്ളൊരു കൊച്ചിനെ കൊണ്ട് എൻ്റെ അമ്മ വന്നായിരുന്നു. അതായത് അവരുടെ കംപ്ലയിൻസ് എന്താന്ന് വെച്ചാൽ ഇടത്തെ സൈഡ് മൂക്കിൽ നിന്ന് മാത്രം ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് വരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്തോ ചെറുതായിട്ട് എന്തോ ഇരുന്ന് തിളങ്ങുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ നമ്മുടെ ഒരു പ്രോബ് ഉണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് ടച്ച് ചെയ്ത് നോക്കി. നല്ല ഹാർഡായിട്ടുള്ളൊരു സാധനമാണ്. അപ്പൊ എന്തായാലും ഒരു എക്സ്റേക്ക് വിട്ടു. എക്സ്റേയുടെ പിക്ചർ ഞാൻ അടിയിലിട്ടേക്കാം. അപ്പോൾ നോക്കിയപ്പോൾ എന്തോ റേഡിയോ ഒപ്പേക്കായിട്ടുള്ളൊരു സാധനമാണ് ഉള്ളത്. എന്നിട്ട് നമ്മുടെ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതുകൊണ്ട് അത് എടുത്തപ്പോഴാണ് കണ്ടത് ഏകദേശം ഒരു സെന്റിമീറ്ററോളം നീളമുള്ളൊരു മാഗ്നറ്റിന്റെ ഒരു പീസായിരുന്നു അത്. യൂഷ്വലി കുട്ടികളുടെ ടോയ്ക്കകത്തൊക്കെ ഉള്ളതാണ്. അപ്പം ഇതിൽ കുറച്ച് ഡേഞ്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, 1 മാസത്തിലേറെയായി മൂക്കിനുള്ളിൽ അത് ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ഇപ്പോഴാണ് അവർക്ക് അങ്ങനെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നി തുടങ്ങിയത് തന്നെ. അപ്പം യൂഷ്വലി കുട്ടികൾ എന്തെങ്കിലും മൂക്കിൽ നമ്മൾ അറിയാതെ പോലെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സിംറ്റംസ് കാണിച്ചു കൊള്ളണം എന്നില്ല. അപ്പം ചിലപ്പോൾ അവർക്ക് മൂക്കടപ്പ് വന്നേക്കാം, ഇല്ലെങ്കിൽ മൂക്കിന്റെ ഒരു സൈഡിൽ നിന്ന് മാത്രം ഡിസ്ചാർജ് വന്നേക്കാം, ചെറുതായിട്ട് ബ്ലഡ് വന്നേക്കാം, അല്ലെങ്കിൽ പഴുപ്പ് പോലെ വരാം, സ്മെല്ല് വരാം, പനി വരാം, അവിടെ ഇൻഫെക്റ്റഡ് ആകാം. ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികളിൽ നമ്മൾ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് സസ്പെക്ട് ചെയ്യണം. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കണം. കാരണം ഇതുപോലത്തെ മെറ്റാലിക് സാധനങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നാമതെ നേസൽ മ്യൂക്കോസയ്ക്ക് കേടാണ്. അതുപോലെ തന്നെ നേസൽ സെപ്റ്റത്തിന് പെർഫറേഷൻ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതുപോലെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് ബട്ടൺ ബാറ്ററീസ്. ഈ ബട്ടൺ ബാറ്ററീസ് ഇട്ട് കഴിഞ്ഞാൽ നേസൽ മ്യൂക്കോസ്, അതായത് മൂക്കിനുള്ളിലെ ആ തൊലി കരിഞ്ഞ് ബേണായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പിന്നീട് കോംപ്ലിക്കേഷൻസിലോട്ട് നയിച്ചേക്കാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി.